നമ്മുടെ വീട് പണ്ട് മുതലേ ഇങ്ങനെയാണോ? അല്ലല്ലോ. എന്നുവെച്ചാ നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് എന്തു പറ്റി? അല്ലമ്മേ, പണ്ട് നമ്മുടെ വീട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഈ ഭാഗത്ത് ഇങ്ങനെ സ്റ്റെയർ കേസ് ഇല്ലായിരുന്നു. ആ പടങ്ങള്, ജനാല, വരാന്ത, പിന്നെ ഈ തൂണുകള്, ഡൈനിങ് ടേബിള് എല്ലാം വേറെ വേറെയായിരുന്നു. ഇത്രയും ഷാൻലിയേഴ്സും വലിപ്പമൊന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ല. പണ്ട് നമ്മുടെ വീട് ഇതേ അല്ലായിരുന്നു എന്ന് എനിക്ക് തീർച്ചയാ. പഴയത് പലതും പൊളിച്ചു കളഞ്ഞിട്ട് നമ്മൾ ഈ വീടിനെ റിനോവേറ്റ് ചെയ്തതാണോ? ഞാൻ കുട്ടിക്കാലത്ത് വേറെ ഏതോ വീട്ടിൽ താമസിച്ചതുപോലെയാ എന്റെ ഒരു തോന്നല്. കുഞ്ഞെ, കാപ്പി റെഡിയായിട്ടുണ്ട്. രാവിലെ തന്നെ നമുക്കതങ്ങ് കഴിച്ചാലോ? അതെ, നമുക്ക് ആഹാരം കഴിക്കാം. ഏയ് നിക്ക്. അമ്മ ടെൽമി, പണ്ട് നമ്മൾ വേറെ വീട്ടിലായിരുന്നില്ലേ താമസം? ഇതുപോലെ അല്ലാത്ത വേറൊരു വീട്ടില്? ഏയ് ഇല്ലല്ലോ രഘു, നീ എന്താ ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? കള്ളം. അമ്മ കള്ളം പറയുക. നമ്മൾ വേറൊരു വീട്ടിൽ താമസിച്ചിരുന്നു. ഇന്നലെ സ്വപ്നം കണ്ടപ്പോഴാ എനിക്ക് ചില ഓർമ്മകൾ തിരിച്ചു വന്നത്. മോളി ജോലിയൊന്നും കളഞ്ഞു വരണമെന്നില്ല, ഞാൻ നോക്കിക്കോളാം. എല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറയും. എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇപ്പൊ ഇവള് വരാന്ന് പറയല്ലേ? നിങ്ങൾക്ക് എന്താ അതിൽ പ്രശ്നം? അത് ശരി. അപ്പൊ നീ മോളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലേ? എന്റെ മോളെ, ചില കാര്യങ്ങളിൽ നിന്റെ അമ്മ ആവശ്യമില്ലാതെ പേടിക്കുന്നതാ. മോളും അതുപോലെ ആകരുത്. ഇപ്പൊ ഏതായാലും ഞാൻ കടയിൽ പോയി അതുവഴി ഹോസ്പിറ്റലിൽ പോയിട്ട് വരും. ഹലോ, ഉത്തരവാദിത്ത ബോധമുള്ള സഹധർമ്മിണി. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ സ്ട്രോങ്ങാ, ഡബിൾ സ്ട്രോങ്. ശ്രീരച്ച, അധികം നിങ്ങൾ ആളാവണ്ട. റിസൾട്ട് വാങ്ങിയിട്ട് ഡോക്ടറെ കാണിച്ച ശേഷം ശ്രീയെ വിളിച്ച് പറയണം നിങ്ങള്. അവള് ആ റിസൾട്ട്... നീ എന്തോന്നടി പറഞ്ഞ് കാട് കയറണേ? റിസൾട്ടൊക്കെ എനിക്ക് ഇപ്പോഴേ അറിയില്ലേ. എനിക്കെല്ലാം നോർമലാണ്. അബ്നോർമലായിട്ട് നീ ഒരൊറ്റ ആളാ. മുന്നോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷിക്കണം നമ്മൾ. സമ്പത്തും സ്വാധീനമുണ്ടെന്ന് വെച്ച് നിയമത്തിനെതിരെ പോകുന്നത് ശരിയായ രീതിയല്ല. നിയമത്തിനെതിരെ പോണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആ പ്രോപ്പർട്ടി ഏത് നിമിഷവും കൈവിട്ട് പോകാവുന്ന അവസ്ഥയില്. നീയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി പറയുന്നുമില്ല. സംഗതി സീരിയസ് ആണെന്ന് ഓർമ്മപ്പെടുത്തിയതാ ഞാൻ. ആ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ചില പോയിന്റുകൾ എന്റെ മനസ്സിലുണ്ട്. അവർക്ക് പ്രഷർ കൊടുത്ത് നമുക്ക് ആനുകൂല്യം ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ. ഞാൻ നമ്മളുടെ വക്കീലുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അതിനു മുമ്പ് തന്നെ രാജനന്ദിനി വിലാസിലേക്ക് മാറണം. അതാണ് എന്റെ ഇപ്പോഴത്തെ പ്രയോറിറ്റി. നോ രവി, അത് വേണ്ട. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ശരിയാവില്ല. ലുക്ക്, ആദ്യം നീ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് നിർത്തണം. അപ്പൊ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. നീ ആ വീട്ടിലേക്ക് ഇപ്പൊ മാറുന്നില്ല. ഞാൻ സമ്മതിക്കില്ല. രാജാറാം, എക്സ്ക്യൂസ് മീ സർ. യെസ് ലക്ഷ്മി, കം ഇൻ. അച്ഛനെ കണ്ടപ്പോ? കുഴപ്പമില്ല സർ, ഇന്ന് റിസൾട്ട് കിട്ടും. ബുധനാഴ്ച ഡോക്ടർ ദേവിക റാണിയെ ഒന്ന് കാണിക്കണമെന്ന് ഇപ്പൊ നോക്കിയ ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ദേവിക റാണിയോ? അപ്പൊ നിങ്ങൾ രാമകൃഷ്ണ ഹോസ്പിറ്റലിലേക്കാണോ പോയത്? അല്ല സർ, PKR ഹോസ്പിറ്റൽ. ഡോക്ടർ ദേവിക റാണി ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ അവിടെ കൺസൾട്ടിങ്ങിന് കാണുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കി ദിവസങ്ങളിൽ വേറെ ഏതോ ഹോസ്പിറ്റലിലാണ്. അല്ല, എന്താ സർ അങ്ങനെ ചോദിച്ചത്? സാറിന് ഡോക്ടർ ദേവിക റാണിയെ നേരിട്ട് അറിയോ? രാജാറാം,
എന്താ ചേട്ടാ? ഒരു മിനിറ്റ്, ഇനി അല്പം വെള്ളം കുടിച്ചിട്ടാവട്ടെ. ചേട്ടൻ ആശുപത്രി പോയായിരുന്നോ? എന്തായി കാര്യങ്ങള്? ഏയ് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. ആ, ചേട്ടൻ 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു, വെറുതെ ഓരോന്ന് വരുത്തി വെക്കാൻ. ഏയ് അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല മുതലാളി, ഐ ആം ഓൾ റൈറ്റ്. അത് ചേട്ടൻ വെറുതെ പറയുന്നല്ലേ. കണ്ടിട്ട് തന്നെ ഇപ്പോഴും എന്തോ വല്ലായ്മ ഉണ്ടല്ലോ. നോക്കേട്ടാ, മോളുടെ കല്യാണം നടക്കുന്നില്ല എന്ന് വെച്ച് ഇങ്ങനെ വിഷമിക്കരുത്. ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, എന്നാലേ നടക്കൂ. ശ്രമിക്കുന്നുണ്ട് മുതലാളി, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. അല്ല, മുതലാളി അയച്ച കൂട്ടരെ ഒഴിവാക്കിയതിന് മുതലാളിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല ഏട്ടാ, അന്ന് ചേട്ടന്റെ വീട്ടിൽ വന്നത് ഞാൻ അയച്ച ആൾക്കാരല്ല ഏട്ടാ, ആ ത്രിവിക്രമന്റെ വാടകക്കാരാ. ഞാനിത് പറയാൻ കോളനി വന്നിരുന്നു, അന്ന് ചേട്ടനെ കണ്ടില്ല. പിന്നെ ഞാനങ്ങ് സ്റ്റോക്ക് എടുക്കാൻ യാത്ര പോയില്ലേ, ഇന്നലെയാ മടങ്ങി വന്നത്. ഏതായാലും നമുക്ക് വേറെ ആളെ നോക്കാം ചേട്ടാ, ചേട്ടൻ വിഷമിക്കാതെ. ആ ബാബു, ആ മുതലാളി, ഞാനേ ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. രേഷ്മ വരുമ്പോ അവളോട് കൗണ്ടറിൽ ഇരിക്കാൻ പറ, ഞാൻ പോയിട്ട് വരാം. നമ്മുടെ ട്രഷറർ സ്ഥലത്തില്ലാത്തതിനാൽ ഈ പൈസ സുദർശനൻ ചേട്ടന്റെ വീട്ടിൽ ഏൽപ്പിക്കാനാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാവുമ്പോ ഈ കാശ് സേഫ് ആയിട്ടിരിക്കുമല്ലോ. ഇത് എത്ര രൂപയുണ്ട്? 50,000 രൂപ. എന്റെ കരിക്കുത്തിയമ്മേ, 50,000? കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, 10,000 1000 പോലും ഒരുമിച്ച് കണ്ടിട്ടില്ലാത്ത ആളാ സരോജൻ ചേച്ചി. അങ്ങനെയുള്ള ആളുടെ ഇത്രയും കാശ് ഏൽപ്പിച്ച അയ്യോടി, നീ അങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കല്ലേ. 10,000 1000 അല്ല, 10,000 ലക്ഷങ്ങളും കണ്ടിട്ടുള്ളവളായി സരോജം. ശ്രീയുടെ അച്ഛൻ കോയമ്പത്തൂർ സ്റ്റോക്ക് എടുക്കാൻ പോകുമ്പോഴേ മുതലാളി കൊച്ചു ബാഗിൽ ലക്ഷങ്ങളാ അങ്ങരയിൽ കൊടുത്തു വിടുന്നത്. അവിടെയാ നിന്റേക്ക് ഈ 50,000 ഉലുവ. എന്നാ എനിക്ക് വയ്യ, നിങ്ങൾ തന്നെ വെച്ചാ മതി. വേണ്ട ദീപു, വേണ്ട വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല. ആ കാശ് എടുക്കാണ്ടി. പറ്റില്ല പറ്റില്ല, ഒരു കുഴപ്പമില്ലെന്നേ. മാറങ്ങോട്ട്. ഒന്ന് വാ ആന്റി പ്ലീസ്. ആന്റി ഇവിടെ ഇരിക്ക. സരോജൻ ചേച്ചി ഞങ്ങൾക്ക് വിശ്വാസ. 1-2 പേരെ എതിരഭിപ്രായം പറയുന്നത് ചേച്ചി കാര്യാക്കണ്ട. അതെ അതെ, കൂടുതലൊന്നും വേണ്ട. എഞ്ചിനീയർ ഈ അടുത്ത ഏതെങ്കിലും ഒരു ദിവസം സ്ഥലം നോക്കാൻ വേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഉടനെ പണി നടക്കണം. അത്രയും നാൾ മതി. സരോജാന്റി തന്നെ ഈ ക്യാഷ് സൂക്ഷിക്കണം. ഇത് കോളനിയുടെ ഒരു പൊതുവികാരമല്ലേ സരോജം? സരോജ കാശ് വാങ്ങിക്കേ. സരോജത്തിന്റെ ആഗ്രഹം കൂടി പറഞ്ഞാൽ അവന് സായി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകൂടി ഉണ്ടെങ്കിൽ 100% ഞങ്ങളിങ്ങ് ഏറ്റെടുക്കും. ഇപ്പതേ ഇവിടെ വെച്ച്. എന്നാ പിന്നെ ഇതുപോലത്തെ ഒരാൾ മതിയോ സുദർശനൻ ചേട്ടാ? അത് നല്ലതാണോ ദോഷാണോ എന്ന് കൺഫ്യൂഷൻ. ഇടത് കണ്ണോ? ആ, അതൊന്നും കുഴപ്പമില്ല മോളെ. നീയേ ഒരുപാട് നേരം കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നിന്ന് ജോലി ചെയ്യുന്നല്ലേ. തണുത്ത വെള്ളത്തിൽ മോഹം കഴുകിയിട്ട് കുറച്ചു നേരം കണ്ണടച്ചിരിക്കും, അപ്പൊ എല്ലാം ശരിയാവും. ശരിയാവും ശരിയാവും. ഇപ്പൊ ഇക്കളും കൂടി തുടങ്ങി.
ആകെ ഒരു പ്രശ്നം ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ടോന്നാ എനിക്കൊരു സംശയം. നീ എന്തോ നടി പെണ്ണ ഇത്? എക്കള് വന്നാ വെള്ളം കുടിക്കേ, അല്ലാതെ എക്കള് പോവോ? ശരി ശരി, കുറച്ച് വെള്ളം കുടിക്കട്ടെ. അയ്യോ അമ്മേ, മണി 11 കഴിഞ്ഞു കേട്ടോ. അമ്മ കാപ്പി കുടിച്ചായിരുന്നോ? അയ്യോ ഇല്ലടി, ഞാൻ കാപ്പി പോലും കുടിച്ചിട്ടില്ല. രാവിലെ ഓരോരോ ഓട്ടങ്ങളല്ലേ. ഓടി ഓടി ആരോഗ്യം കളയരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ആ പിന്നെ അമ്മേ, അച്ഛന്റെ റിസൾട്ട് കിട്ടി കാണുമോ? അച്ഛൻ വിളിച്ചായിരുന്നോ അമ്മേ? ആ ഇപ്പൊ കിട്ടി കാണും, പക്ഷെ വിളിച്ചു പറഞ്ഞില്ല ഇതുവരെ. ശരി അമ്മേ, ഞാൻ അച്ഛനൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു നോക്കട്ടെ. ഞാൻ വിളിക്കാം അമ്മേ. ശരി മോളെ, ഞാനേ വെക്കാണേ. എന്തായിരിക്കും അച്ഛൻ വിളിക്കാത്തത്? ഞാനൊന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കാം. അങ്കിൾ, ആർ യു ഓൾ റൈറ്റ്? ഡോക്ടർ ദേവിക റാണി പുറപ്പെട്ടിട്ടുണ്ട്. ഉടനെ ഇവിടെ എത്തും. അങ്കിൾ വിഷമിക്കണ്ട, പേടിക്കാനൊന്നുമില്ല. യു വിൽ ബി ഓൾ റൈറ്റ്. ശ്രീമോളെന്ന് കാണിക്കുന്നു. എന്റെ മോള. സോറി സാർ, സാറിനെ ശല്യം ചെയ്തതിന് വെരി വെരി സോറി. എന്താ അങ്കിൾ ഇത്? ഒരേ പല്ലവി തന്നെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞില്ലേ? വീട്ടിൽ നിന്നാണെങ്കിൽ ഞാൻ എടുക്കട്ടെ? കോള് കട്ടായി. നോക്കങ്കിൾ, എന്നെപ്പറ്റി ഒരു ബുദ്ധിമുട്ടും വിചാരിക്കണ്ട. ഞാൻ കൂടെയുണ്ട്. പ്ലീസ് ടേക്ക് ഇറ്റ് ഈസി. ഡോണ്ട് വറി, യു വിൽ ബി ഓൾ റൈറ്റ്. ഇപ്പൊ റെസ്റ്റ് എടുത്തോ, ഞാൻ ദാ വരുന്നു. ഹലോ മോളെ, എന്തായി കാര്യങ്ങള്? അമ്മേ, അച്ഛൻ ഫോൺ വിളിച്ചിരുന്നോ അമ്മേ? ഇല്ലല്ലോ. നീയല്ലേ അച്ഛന് ഫോൺ വിളിക്കാന്ന് നേരത്തെ പറഞ്ഞത്? ഞാൻ വിളിച്ചമ്മ കിട്ടിയില്ല. ഇപ്പോഴും ഞാൻ വിളിച്ചിട്ട് അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. അയ്യോ, ചിലപ്പോ അത് സൈലന്റ് കിടക്കായിരിക്കും മോളെ. ആ മനുഷ്യന് ഒന്നിനും ഒരു ബോധമില്ലാത്ത. ഏയ്, ഇത് അങ്ങനെയല്ല അമ്മേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ കണ്ണ് തുടിക്കുന്നു. എവിടെയോ എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ മുറ്റം ഇങ്ങനെയല്ല, ചെടികൾ ഇങ്ങനെയല്ല, റൂഫ് ഇങ്ങനെയല്ല, ഫ്ലോർ ഇങ്ങനെയല്ല, തൂൺ ഇങ്ങനെയല്ല, ഫർണിച്ചർ ഇങ്ങനെയല്ല, പൂജാമുറി ഇങ്ങനെയല്ല, അങ്ങനെ ഒന്നും ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല. കാലൊക്കെ തറയിൽ വെക്കുമ്പോ ഭയങ്കര തണുപ്പാ അവിടെ. മുറികളിലൊക്കെ എന്തോ ഒരു തരം മണം ഉണ്ടായിരുന്നു. പിന്നെ കാറ്റ് വരാനും വെളിച്ചം വരാനും. രഘു രഘു രഘു, നീ പറയുന്നതൊക്കെ ശരിയാണ്. ഓക്കെ, ഈ വീട് മാത്രമല്ല,
നീ പറയുന്ന ആ വീടും നമ്മളുടേതാണ്. ആ വീടിപ്പോഴും അവിടെ തന്നെയുണ്ട്, നമ്മുടെ സ്വന്തമായിട്ട്. ഓ മൈ ഗോഡ്, ആർ യു സീരിയസ്? യെസ് രേഖ, യെസ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ദേ, അമ്മയും ബാലും മാമനും ഒരു അക്ഷരം പറഞ്ഞില്ല. അതുകൊണ്ടാ രേഖയ്ക്ക് ഞാൻ പറഞ്ഞത് ഒട്ടും വിശ്വാസമില്ലാതായത്. എന്നാ രേഖയ്ക്കും വിശ്വസിക്കാം. രഘു കുട്ടിക്കാലത്ത് ആ വീട്ടിലാണ് കളിച്ചു വളർന്നത്. അത് ഉപബോധ മനസ്സിലുണ്ടായതുകൊണ്ട് രഘു ഇതൊക്കെ വിളിച്ചു പറയുന്നത്. പക്ഷെ എന്നോട് ഇതുവരെ അവസരം വരാത്തത് കൊണ്ട് അനിയത്തിക്കുട്ടി. ഇതിൽ ഇത്ര വലിയ രഹസ്യങ്ങളൊന്നുമില്ല. ആ വീട്ടിൽ സൗകര്യങ്ങൾ അല്പം കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ പുതിയ വീട്ടിലേക്ക് മാറി താമസിച്ചു, അത്രേ ഉള്ളൂ. സോറി ബ്രദറല്ലോ, രഹസ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത്രയും കാലം ആരും ആ വീടിനെ കുറിച്ച് സംസാരിക്കാത്തത് എന്തായിരുന്നു? ആ വീട് മാത്രമല്ല, ഇവിടത്തെ ആ മുറിയും രഹസ്യത്തിന്റെ ഒരു കലവറയാ. നിങ്ങൾ അമ്മയും മക്കളും ഈ ബാലമാവനുമാ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഭൂതഗണങ്ങള്. ഇവിടത്തെ ഈ ജോലിക്കാരും പിന്നെ ഈ ഞാനും മാത്രം ഇതൊന്നും അറിയാത്ത പാവങ്ങള്. ജോലിക്കാര് വീടിന് പുറത്തുള്ളവരാ, ശമ്പളം വാങ്ങി വരികയും പോവുകയും ചെയ്യും. രഹസ്യങ്ങൾ പങ്കുവെക്കണ്ട നിങ്ങക്ക്. അപ്പൊ എന്റെ സ്ഥാനം? ഇപ്പൊ എനിക്കറിയണം ഈ വീട്ടിലെ രേഖയുടെ സ്ഥാനം എന്താണെന്ന്. വീട്ടിലെ മരുമകളോ അതോ വീട്ടിലെ ജോലിക്കാരിയോ? ഉത്തരം പറയൂ. ഉത്തരം പറയാൻ. ഞാൻ വന്ന് ചേട്ടനോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു. ഏതായാലും ചേട്ടൻ ഇങ്ങോട്ട് വന്നത് നന്നായി. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞതൊക്കെ ചേട്ടൻ കേട്ടല്ലോ അല്ലേ? കേട്ടു. എനിക്കൊരു അപേക്ഷയെ നിങ്ങളോടുള്ളൂ. ദയവ് ചെയ്ത് ഇക്കാര്യം എന്റെ മകളോ ഭാര്യയോ അറിയാൻ പാടില്ല. അവർക്ക് വലിയ വിഷമാവും, താങ്ങാൻ കഴിയില്ല അവർക്ക്. നോ നോ മിസ്റ്റർ സുദർശൻ, നിങ്ങൾ അനാവശ്യമായിട്ടാണ് ഭയപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വെരി കോമൺ ആണ്. വീട്ടുകാരെ അറിയിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ജോബ്. എല്ലാം ശരി, 100% ശരി. പക്ഷേ എന്റെ സ്ഥാനത്ത് നിന്ന് മാഡം ഒന്ന് ആലോചിച്ച് നോക്കണം. എന്റെ മോൾക്ക് ഞാനെന്ന് വെച്ചാൽ ജീവന. ഭാര്യ പ്രാണം തരും എനിക്ക് വേണ്ടി. അങ്ങനെയുള്ളവർ എനിക്കെന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ വേറൊന്നും ആലോചിക്കില്ല. വല്ല ആറ്റിലോ റെയിൽപാളത്തിലോ 2 അനാഥ ശവങ്ങൾ കാണും, അത്ര തന്നെ. അച്ഛനിതെന്തു പറ്റി? വിചിത്രമാണല്ലോ. ഫോൺ വിളിച്ചിട്ടെടുക്കാതെ ഇപ്പൊ മെസ്സേജ് അയച്ചിരിക്കുന്നു. കൊള്ളാം, നല്ല അച്ഛനും മോളും. അയ്യോ, ഇവരുടെ ശ്രീക്ക് മെസ്സേജ് അയച്ച്
നമ്മുടെ ശ്രീയെ ഫോൺ വിളിക്കാനേ മറന്നുപോയല്ലോ. രവി, നീ ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കില്ലെന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ ഇതൊട്ടും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓർമ്മയുണ്ടല്ലോ, ആ വീട്ടിൽ താമസിച്ച അത് രഘുവിന്റെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുമെന്ന് കരുതിയ ഒന്നാമത് നമ്മൾ ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയത്. എന്നിട്ടിപ്പോ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ മടങ്ങിപ്പോകുന്നത് എങ്ങനെ ശരിയാവും രവി? ശരിയാവില്ല. പക്ഷേ അവൻ അങ്ങനെ ആഗ്രഹിച്ചാൽ ഇല്ലെന്ന് എങ്ങനെ പറയൂ അമ്മേ? എന്തു പറഞ്ഞ് നമുക്കവൻ അടക്കിയിരുത്താൻ പറ്റും? അതുകൊണ്ട് തൽക്കാലം ആ വിഷയം അമ്മ വിട്. രഘു പണ്ടത്തേക്കാൾ മെച്ചോർഡാണിപ്പോ. അതുകൊണ്ട് തന്നെ ആപത്തൊന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. അതേ പറ്റൂ. മനസ്സിലായി. പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നിനക്കുള്ളിൽ ടെൻഷനുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും നാളായിട്ട് ഞങ്ങൾക്കെല്ലാം വേണ്ടി നീയാ ഒറ്റയ്ക്ക് ഭാരം ചുമക്കുന്നത്. ഇനിയെങ്കിലും സ്വസ്ഥമായിരിക്കേണ്ട സമയമായി നിനക്ക്. ഞാൻ നിന്റെയും ശ്രീലക്ഷ്മിയുടെയും കാര്യത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാൻ ആലോചിക്കുക. അവളുടെ വീട്ടുകാരോട് എന്തൊക്കെ സംസാരിക്കണം, വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ എങ്ങനെ നടത്തണം, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എന്റെ ചിന്ത. പക്ഷേ ഇപ്പോഴും നീ പെട്ടുകിടക്കുന്നത് നിന്റെ ആ പഴയ ലോകത്തെക്കുറിച്ചാ. ഒരു തരത്തിൽ രഘുവിനെ പിടിച്ചു നിർത്താനാണെങ്കിലും ആ വീട്ടിലേക്ക് പോയാൽ അവിടെ നമ്മുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ പലതും ഉണ്ട് മോനെ. അതുകൊണ്ടാ ഞാൻ ഇപ്പോഴും പറയുന്നത് നമുക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടെന്ന്. സോറി അമ്മ, രഘുവിന് ഞാൻ വാക്കുകൊടുത്തു കഴിഞ്ഞത്. എന്നോടുള്ള അവന്റെ വിശ്വാസത്തെ ഞാൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ രഘുവിനോട് സംസാരിച്ചാലോ? ആ ശ്രമം ഓൾറെഡി പരാജയപ്പെട്ടു കഴിഞ്ഞതല്ലേ. ഇവിടിപ്പോ അമ്മ എന്റെയും ശ്രീലക്ഷ്മിയുടെയും കാര്യത്തെപ്പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട. ഈ അടുത്ത ദിവസം ശ്രീലക്ഷ്മിയുടെ അമ്മ തന്നെ ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു. ആണോ? സത്യം? സത്യം. അമ്മയോടത് പറയാൻ വിട്ടുപോയതാ. അതല്ല ഈസിയായിട്ട് നടക്കും അമ്മ. ഇപ്പോ ഈ നിമിഷം നമ്മൾ ചെയ്യേണ്ടത് രഘുവിനെ നിരാശപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. ആർക്കറിയാം, ചിലപ്പോ അങ്ങോട്ടുള്ള താമസം മാറ്റം അവന് നല്ലത് വരുത്തും. അമ്മ അങ്ങനെ വേണം ചിന്തിക്കാൻ. ഇനിയിപ്പോ ചേട്ടൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നുണ്ടോ? ഈ ത്രിവിക്രമന് നീരേറ്റ് കോളനിയിൽ വീണ്ടും അവതരിക്കാൻ പറ്റിയ അവസരമാണ്. ആ കള്ളക്കിഴവൻ ആശുപത്രിയിലും ആ പെണ്ണും പിള്ള കുറെ കാശുമായി വീട്ടിലും. ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ച ആ സുദർശൻ നെഞ്ചു പൊട്ടിച്ചാവോന്നുറപ്പാ. ഉടനെ അയാളുടെ അടിയന്തരം നടത്തണമല്ലോ. എന്താണൊരു വഴി?
ഹലോ, ഇതെന്താ നടക്കുന്നത്? ടാക്സി ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ലേ? ഇല്ല സർ, റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ വിളിക്കും. എന്നാ പിന്നെ കയറിക്കോ, ടാക്സി ഫെയർ തന്നാ മതി. അയ്യോ സർ, ഇത് നമുക്ക് താങ്ങാവുന്നതിലും വലിയ ടാക്സിയാ. എന്റെ പേഴ്സിന് അത്രയ്ക്കുള്ള കനം ഇല്ല. എന്നാ പിന്നെ തനിക്കുള്ള സവാരി ഫ്രീ. താൻ തന്നെ വണ്ടി എടുത്തു. ഇതാ ഈ. അയ്യോ എന്റെ പൊന്ന് സാറേ, ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു. ആളെ വിട്ടാട്ടെ. അല്ല സർ, നേരത്തെ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. ഇന്നലെ എന്താ സംഭവിച്ചേ? വീട്ടിലെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയല്ലോ. സർ പോയിട്ടെല്ലാം സോൾവ് ആക്കിയോ? ഏയ്, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വീട്ടിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു, അത്രേ ഉള്ളൂ. വീട്ടില് മാറ്റോ? എന്താ സർ അത്? അത് ഒരു സർപ്രൈസ്, അല്ലെങ്കിൽ തന്നെ കാത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റ്. എന്നെ കാത്തിരിക്കുന്ന ഗിഫ്റ്റോ? ടെൻഷൻ എടുപ്പിക്കാത്ത കാര്യം പറയ് സർ, പ്ലീസ്. വേറൊന്നുണ്ടോ? തൽക്കാലം ഞങ്ങൾ ഇപ്പോ താമസിക്കുന്ന വീട് ഷിഫ്റ്റ് ചെയ്തു. ഇനി താമസം പണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടില. തന്നെയും ഉടൻ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട് രാജനന്ദിനി വിലാസിലേക്ക്. സത്യം പറഞ്ഞ എന്നെങ്കിലും ആ വീട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പോ ഞാൻ കരുതുന്ന ഒരുപക്ഷെ താൻ എന്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു മാറ്റം സംഭവിച്ചതെന്നാണ്. താൻ നമ്മുടെ ലക്കി സ്റ്റാറിലെ തന്റെ അച്ഛന്റെ റിപ്പോർട്ട് വന്നു. അദ്ദേഹം ഡോക്ടർ ദേവിക റാണിയെ കാണേണ്ടതായിരുന്നല്ലോ. അതെ, പക്ഷെ ഒന്നും അറിയാൻ വയ്യ സർ. അച്ഛനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. റിപ്പോർട്ട് കിട്ടിയിട്ട് വീട്ടിലേക്ക് ഫോൺ വിളിക്കാന്ന് പറഞ്ഞിരുന്നതാ. പക്ഷെ വീട്ടിലും വിളിച്ചില്ല, എന്നെയും വിളിച്ചില്ല. രാവിലെ ഞാനും കൂടി ഹോസ്പിറ്റലിൽ ചെല്ലാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെയാ പോയത്. വേണ്ടെന്നും പറഞ്ഞ് കൊച്ചുകുട്ടികളെ പോലെ ഒരേ നിർബന്ധമായിരുന്നു. നമ്മുടെ കഥയിലെ വില്ലൻ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറിയിരുന്നു. അൺബിലീവബിൾ, ഇംപോസിബിൾ ആൻഡ് ഇൻക്രെഡിബിൾ. സർ, വെറുതെ കളിയാക്കാതെ. എനിക്ക് എന്റെ അച്ഛൻ എന്നും ഹീറോ തന്നെയാ, വില്ലനല്ല. എന്നാലേ അദ്ദേഹം നമ്മളുടെ വിവാഹത്തിന് സമ്മതമുണ്ട്. അപ്പോ ഞാനും തന്റെ അച്ഛനെ ഹീറോ എന്ന് വിളിക്കാം. അതുവരെ അദ്ദേഹം എനിക്ക് വില്ലൻ തന്നെ. ഐ എം സോറി. ഏതായാലും ഇപ്പോ ഹീറോ ആയി എനിക്ക് വില്ലനായ തന്റെ അച്ഛനോട് സംസാരിക്കാൻ തോന്നുന്നു. വാ, വീട്ടിൽ പോയിട്ട് തന്റെ അച്ഛനോട് 2 പഞ്ച് ഡയലോഗ് അടിക്കട്ടെ. വാ, പോവാം നമുക്ക്. കേറ്. സർ, ഒരു മിനിറ്റ്. കയറിക്കോളൂ സർ. ഓ, അങ്ങനെ. താങ്ക് യു. തന്നെ കയറി. ശരിയെങ്കിൽ ഇനി ഒറ്റയ്ക്ക് വയ്ക്കോ, ഞാൻ തിരിച്ചു പോവാ. ശരി സാർ, താങ്ക് യു വെരി മച്ച്. ഞാൻ സാറിന്റെ അടുത്ത് കൂടുതലൊന്നും ചോദിച്ചില്ല. പേര് സച്ചി എന്ന് മാത്രമേ അറിയാവൂ. വീണ്ടും എനിക്കൊന്ന് ബന്ധപ്പെടണമെന്ന് വെച്ചാൽ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഒരാളെ സഹായിക്കാൻ ആധാർ കാർഡ് വല്ലതും വേണോ നമുക്ക്? വേണ്ടല്ലോ. എന്തായാലും എന്റെ കൈവശം അതുമില്ല കേട്ടോ. യാത്രക്കിടയിൽ എവിടെയും കാണും ചിലപ്പോ. ശരി, പിന്നെ കാണാം നമുക്ക്. ടേക്ക് കെയർ. ഇവിടുന്ന് അല്പ ദൂരെയുള്ള വീട്ടിലേക്ക് വന്നിട്ട് പോയാൽ? ഏയ് വേണ്ടെങ്കിൽ. ഇനിയിപ്പോ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമല്ലോ അങ്കിളിന്? കുഴപ്പമില്ല സാർ, ഞാൻ പോയിക്കോളാം. വരട്ടെ സാർ. താങ്ക് യു വെരി മച്ച്. ഒരിക്കലും മറക്കില്ല ഞാൻ ഈ ഉപകാരം. എന്താങ്കിലും ഇതൊക്കെ?
അപ്പൊ ശരി, താനോടും വീട്ടിലേക്ക് ചെല്ല. അച്ഛന്റെ റിപ്പോർട്ട് നോക്കിയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. അപ്പോ സാറ് വീട്ടിലേക്ക് വരുന്നില്ലേ? ഇന്ന് വേണ്ട, ഞാൻ വേറൊരു ദിവസം വരാം. അതെന്താ സർ ഇന്ന് വേണ്ടാത്തത്? നേരത്തെ ആണെങ്കിൽ എന്ത് കാര്യത്തിനും വീട്ടിൽ വന്ന് അന്വേഷിച്ചു പോവായിരുന്നല്ലോ. ഇന്ന് എന്ത് പറ്റി? ഇപ്പോഴും വരണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ സോറിഡോ, ഇപ്പൊ തന്റെ അച്ഛനോട് സംസാരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. താൻ പോയിട്ട് അച്ഛന്റെ കാര്യം അന്വേഷിച്ചിട്ട് എന്നെ വിളിക്കും പ്ലീസ്. ശരി സർ, ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശ്രീലക്ഷ്മി, നമ്മുടെ പുതിയ വീട്ടിലേക്ക്, സോറി പഴയ വീട്ടിലേക്ക് ഞാൻ തന്നെ ഇപ്പോഴേ സ്വാഗതം ചെയ്യുന്നു. യു ക്യാൻ കം ദർ അറ്റ് എനി ടൈം. യെസ് സർ, തീർച്ചയായും. വലതുകാല് വെച്ച് ആ വീട്ടിലേക്ക് കയറി വരാൻ ഞാനും കാത്തിരിക്കാം. ബൈ സർ, ഗുഡ് നൈറ്റ്. ബൈ ശ്രീലക്ഷ്മി, ഗുഡ് നൈറ്റ്. ആ രാജാറാം, നീ ഇതെവിടെയാ രവി? നോക്ക്, ഇത് ശരിയാവും തോന്നുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ നീ കൂട്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ജോലി തുടരുന്നതിൽ എന്തർത്ഥമാ ഉള്ളത്? അർത്ഥവും വ്യാകരണമൊക്കെ പിന്നെ. നീ ആദ്യം കാര്യം പറയാ രാജ. നീ എന്താ ഫോൺ വിളിച്ചിട്ടെടുക്കാത്തത്? വൈകുന്നേരം ഓഫീസിൽ നിന്ന് പുറപ്പെട്ട വിവരം സാന്ദ്ര മേഡത്തിനോട് പോലും പറഞ്ഞില്ല നീ. രവി, ഇറ്റ്സ് ഫൗൾ പ്ലേ യു ആർ പ്ലേയിങ്. ശരിയല്ലേ ഈ പോക്ക്? സോറി, I am not playing any game, Rajaram. I am trying to live a life. ശരി, ഓക്കെ. ഞാൻ എവിടെയാണെന്നാണ് തനിക്ക് അറിയേണ്ടതെങ്കിൽ പറയാം, കേട്ടോളൂ. ഞാൻ ഇന്ന് രാത്രി രാജനന്ദിനി വിലാസിലേക്കാണ് പോകുന്നത്. I am going to sleep there. അല്ല, ചിറ്റപ്പന്റെ റിസൾട്ടിന്റെ കാര്യം എന്തായി? അയ്യോ, റിസൾട്ടിന്റെ കാര്യമൊന്നും ചോദിക്കല്ലേ മായേ. ഇപ്പൊ തന്നെ ഇങ്ങേര് മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങിക്കളയും. സരോജം, നീ കളിയാക്കണ്ട. ഞാൻ ആശുപത്രിയിൽ നിന്ന് റിസൾട്ട് വാങ്ങിക്കൊണ്ട് തിരികെ കടയിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അത് എടുക്കാൻ മറന്നു. ഗുളിക മരുന്ന് മാത്രം എടുത്തുകൊണ്ട് വന്നു. അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. അതെ, ഇന്നത്തേക്ക് വയറു നിറയാനുള്ളത് ഈ വർത്താനത്തിൽ നിന്ന് കിട്ടി. ഇനി ഭക്ഷണം വേണോന്നില്ല. ഞാൻ ഉറങ്ങാൻ കിടക്കുക. ദയവ് ചെയ്ത് വിളിച്ച് ശല്യപ്പെടുത്തരുത് പ്ലീസ്. അത് തന്നെ, പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി നടന്നിരിക്കണം. ആ വീടിന് ചുറ്റും ഉടനെ തന്നെ CC ക്യാമറകൾ ഫിറ്റ് ചെയ്യണം. 5 അല്ല 10 ക്യാമറകൾ വേണ്ടിവരും. ഏത് ക്യാമറയാ വെക്കുന്നത്? MI സെക്യൂരിറ്റി ക്യാമറ. ശരി, ഓക്കെ. ഓരോ നിമിഷവും അവിടെ എന്ത് നടക്കുന്നുവെന്ന് എനിക്ക് കൃത്യമായി അറിയണം. അതിനാ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ശരി, വെച്ചേക്ക്. എന്ത് കഷ്ടമാണ് നോക്ക്. ഈ രാത്രി തന്നെ ആ വീട്ടിലേക്ക് പോകേണ്ട കാര്യം എന്തായിരുന്നു? ട്രെയിൻ ട്രാക്ക് തെറ്റി ഓടുന്ന പോലെ ആയില്ലേ കാര്യങ്ങള്? എന്തിനവൻ ഈ സാഹസമൊക്കെ കാട്ടുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നേ ഇല്ല. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും അത് തന്നെ ചെയ്തോണ്ടിരിക്കും. ബ്ലഡി ഫൂൾ. ഏതായാലും ഞാൻ പറഞ്ഞ കേട്ടില്ലെന്ന് ഉറപ്പാ. അപ്പോഴിന് ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. ശ്രീലക്ഷ്മി മാഡത്തെ കൊണ്ട് പറയിപ്പിക്കാം. ദാറ്റ്സ് ഇറ്റ്.
എന്താടി ഉറങ്ങാറായില്ലേ നിനക്കിതുവരെ? കിടക്കാം അയച്ചി. അച്ഛന്റെ കാര്യം ആലോചിക്കുമ്പോ ഉറക്കം താമസിക്കുമെന്ന സംശയം. അച്ഛന് കുഴപ്പമൊന്നുമില്ല. ശരീരത്തിന് അസുഖം വന്നാ ചികിത്സിക്കണം. പക്ഷെ മനസ്സിന് അസുഖം വന്നാ പിടിച്ച കിട്ടത്തില്ല. നീയായിട്ട് അതിന് ഇടവരുത്തരുത്, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാ മായച്ചി എന്താ ഉദ്ദേശിച്ചേ? ഞാൻ ഉദ്ദേശിച്ചത് നീ മനസ്സിലാക്കിയത് തന്നെയാ. അമ്മമാര് പാവങ്ങളാ. മോളുടെ കരച്ചിലെ ഏങ്ങലടിയും കാണുമ്പോ പെട്ടെന്ന് മനസ്സെലിഞ്ഞ് കൂടെ നിന്നു തന്നെന്ന് വരും. പക്ഷെ അച്ഛന്മാരങ്ങനെയല്ല. ഹൃദയം പാറയാക്കി വെക്കാൻ ശ്രമിക്കുന്നവരാ. മോൾ അതില് വെടിമരുന്ന് നിറച്ച് പൊട്ടിക്കരുത്. തകർന്ന കൂട്ടിച്ചേർക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടെന്നല്ല, നടക്കില്ല. നീ അത് മറക്കാതിരുന്ന ഈ കുടുംബത്തിന് കൊള്ളാം, നിനക്കും. വന്നിവിടെ പ്രതിമ പോലെ നിൽക്കുന്നേ? ഒന്നുമില്ല, ഉറങ്ങും മുമ്പ് അച്ഛനൊന്ന് നോക്കിയതാ. നോക്കാനൊന്നുമില്ല. അങ്ങേര് കാണിക്കുന്നത് മുഴുവൻ കള്ളക്കളികളാ. നേരത്തെ നിർബന്ധിച്ച് കുളിക്കാൻ വിട്ടില്ലേ? തലേം തോർത്ത് ഇറങ്ങി വന്നതേ കള്ളക്കളി കുളിച്ചിട്ടാ. ഞാൻ ചെന്ന് നോക്കുമ്പോ തറയൊന്നും ഒട്ടും നനഞ്ഞിട്ടില്ലായിരുന്നു. കൊറേ ദിവസമായിട്ടേ പതിവില്ലാത്ത പെരുമാറ്റങ്ങളാ നിന്റെ അച്ഛന്റേത്. അല്ലമ്മ, എനിക്കൊരു സംശയം. അച്ഛൻ ഇനി നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടായിരിക്കോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അതാലോചിക്കുമ്പോഴാ എനിക്ക് ചെറിയൊരു ടെൻഷൻ. ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതേ അച്ഛനല്ല, നമ്മളാ. നീയും ഞാനും. തൽക്കാലം അത്രയ്ക്കൊന്നും ആലോചിക്കാതെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. അല്ല പിന്നെ
അച്ഛാ എവിടെ പോയി? എവിടെ പോയി? ആ അമ്മേ, അച്ഛൻ എവിടെ പോയി? ആ ഞാനും കണ്ടില്ലടി. രാവിലെ ചായ കൊണ്ട് കൊടുത്തിട്ട് ചായ കുടിച്ച് തീർന്നിട്ട് കുളിക്കാനാ പറഞ്ഞത്. പിന്നീട് ചായ കുടിച്ച് തീർത്തിട്ട് പെട്ടപാടെ ആളിനെ കാണാനില്ല. എവിടെ പോയോ എന്തോ. അച്ഛനോട് ഗുളിക എപ്പോഴൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവാന്നാ വെച്ചത്. ഇതിപ്പോ ആളിനെ കാണാനില്ല. ഫോൺ മാത്രം ദേ ഇവിടെ ഇരിപ്പുണ്ട്. അതല്ലടി മോളെ, ഇന്നലെ മുതലേ ഞാൻ ശ്രദ്ധിക്കുക. കുളിക്കാൻ പറയുമ്പോഴേ ഓരോ ഒളിച്ചു കളി. മുമ്പ് ദിവസം 2 നേരം കുളിച്ചോണ്ടിരുന്ന ആളാ. ഈ മനുഷ്യന് ഇത് എന്തു പറ്റിയോ എന്തോ. ശരി ശരി, ദേ ഗുളിക ഇവിടെ വെച്ചിട്ടുണ്ട്. അച്ഛൻ വരുമ്പോ സമയത്തെടുത്ത് കഴിക്കാൻ പറയണം. ദേ ഇതില് വെള്ള ഗുളിക രാവിലെ രാത്രി, മഞ്ഞ ഗുളിക ശരീരവേദന ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ചെറിയ വെള്ള ഗുളിക രാവിലെ മാത്രം. ആ നീ ഇതവിടെ വെച്ചോ. മായ എഴുന്നേക്കട്ടെ, ഞാൻ അവളോട് പറഞ്ഞേ കഴിക്കാൻ പറയാം. ഞാൻ പറഞ്ഞാലേ എന്തെങ്കിലും ന്യായം പറയാൻ വരും. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. ആ പോകുമ്പോഴേ അച്ഛൻ വഴിയിലെങ്ങാനും നിൽക്കുന്നുണ്ടെങ്കിലേ പെട്ടെന്ന് ഇങ്ങ് വരാൻ പറ. ഇടയ്ക്കേ ആ നസീർക്കയുടെ വീട്ടിൽ പോയിരുന്ന രാഷ്ട്രീയം പറച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. ആ എന്നാ പിന്നെ നീ പൊയ്ക്കോ, നോക്കിപ്പോണേ. ശരി അമ്മേ. ഈ അച്ഛൻ എന്തെങ്കിലും ബാധ കൂടിയോന്നൊരു സംശയം. എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാ പിടിതരില്ല. കുളിക്കാൻ 2 ബക്കറ്റ് വെള്ളം തികയാത്ത ആളാ. ഇന്നലെ കുളിക്കാൻ 2 കപ്പ് വെള്ളം തികച്ചെടുത്തോന്നാ സംശയം. ഇന്ന് കുളിക്കാൻ പറഞ്ഞപ്പോഴേ ദാ മുങ്ങി. എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ടല്ലോ. എന്താ അത്? മതി ബഹളം ഉണ്ടാക്കിയത്. ഇനി ഈ വീടിന്റെ ചുറ്റും കിടന്ന അഭ്യാസം കാണിച്ച കയ്യും കാലും തല്ലിയൊടിക്കും ഞാൻ. ചതിയന്മാരാ നീയൊക്കെ. ആദ്യം ഇവനെ കൊണ്ട് എന്താ കഴിക്കാൻ വേണ്ടെന്ന് വാങ്ങിക്കൊടുക്ക. പിന്നെ ദൂരെ കൊണ്ട് വിട്ടേക്ക്. എന്നെ വിട്, എന്നെ വിടാൻ. ഇപ്പൊ വിടും. പക്ഷേ ഇനി മേലാൽ നിന്നെ ഈ ഏരിയയിൽ കണ്ട 3-ാം ദിവസം കുളത്തിലോ കായലിലോ പൊങ്ങും നിന്റെ ശവം. കൊണ്ടുപോയനെ ഞാൻ ഉടനെ വരുന്നുണ്ട്. ആട്ടിൻതല സൂപ്പ് നിനക്കും കിട്ടും ഉടൻ തന്നെ. ജീഡി. ഈ വീടും ആ രാജനന്ദിനി വേറോസും ഒന്നും വേണ്ടായിരുന്നു. ഒന്നും ഏറ്റില്ല. രാത്രിയായപ്പോ കുഴമ്പ് തേച്ച് തരാമെന്നും പറഞ്ഞ് പെണ്ണുമ്പുള്ള ഒരേ വാശി. ഞാനാണെങ്കി ആശുപത്രിയിൽ വെച്ച ആവശ്യത്തിന് സൂചിയുടെ കുത്തൊക്കെ കൊണ്ട് വേദനിച്ചാ വന്ന് കിടന്നത്.
ഈ ഹോസ്പിറ്റൽ കേസൊന്നും നമുക്ക് ശരിയാവില്ലപ്പാ. വലിയ ബുദ്ധിമുട്ടാണെന്നേ. കണ്ട, എന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞപ്പോ സാറ് നിന്ദിച്ചിരിക്കുന്നു. ഇതാണ് പ്രശ്നം. ഇത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടുകാരോടങ്ങ് പറഞ്ഞേക്കുന്നേ. സത്യം പറഞ്ഞ എന്റെ അമ്മയും അങ്കിളിന്റെ വേറൊരു പതിപ്പാ. ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് എന്നോട് പോലും പറഞ്ഞില്ല ടീച്ചറമ്മ. അങ്കിളിനെ അമ്മയും ഒരു നുഖത്തിൽ കെട്ടാന്നർത്ഥം. ഓ, കെട്ടലോ കൂട്ടലോ എന്തോ ചെയ്താട്ടെ, ഒരു എതിർപ്പുമില്ല. അയ്യോ, വീട്ടിൽ വന്നയാളെ വേണ്ട വിധത്തിൽ ഉപചരിക്കാൻ മറന്നല്ലോ. സരോജോ മോളോ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇപ്പൊ കൊന്ന് കൊല വിളിച്ചേനെ. ഒരു മിനിറ്റ് ഇരിക്കൂ സാർ, ഞാനൊരു ഇഞ്ചി ചായ ഇട്ടുകൊണ്ട് വരാം. വയറിന് ബെസ്റ്റാ. അയ്യോ, അങ്കിൾ ഒന്നും ചെയ്യണ്ടിപ്പോ, ഞാൻ ഉണ്ടാക്കിക്കോളാം ചായയൊക്കെ. ആ, സാധനങ്ങളൊന്നും എടുത്തു തന്നാ മതി. ഞാനൊരു ഉഗ്രൻ ടീ മേക്കറാ. എന്നിട്ട് വേണം അതറിഞ്ഞിട്ട് സരോജനെ തൂക്കിക്കൊല്ലാൻ. കാമോൺ അങ്കിൾ, എല്ലാത്തിനും ഇങ്ങനെ വീട്ടുകാരെ പേടിച്ചാൽ എങ്ങനെയാ? ഞാൻ ഉണ്ടാക്കുന്ന ചായ അങ്കിൾ കുടിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ഈ സച്ചി ഇഞ്ചി ചായ ഉണ്ടാക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റാ. ഒരു പ്രാവശ്യം എന്റെ ചായ കുടിച്ചാലുണ്ടല്ലോ, വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങിച്ചു കുടിക്കും. അത്രയ്ക്ക് ബെസ്റ്റ് ടീ മേക്കറാ ഞാൻ. സത്യമാണോ ഈ പറയുന്നേ? സാർ ഇഞ്ചി ചായ ഒക്കെ ഉണ്ടാക്കോ? വെയിറ്റ് ആൻഡ് സീ അങ്കിൾ. കിച്ചൺ അവിടെ അല്ലേ? ആ, കമോൺ മാർച്ച്. പാല്? ആ, സർ, ഇന്ന് സ്റ്റാഫെല്ലാം അല്പം നേരത്തെ ഇറങ്ങാണ്. പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. നാളെ നമ്മുടെ ഉമാ മാഡത്തിന്റെ സിസ്റ്ററുടെ മാരേജ് ആണ്. അല്പം കഴിയുമ്പോൾ റിസപ്ഷൻ തുടങ്ങും. സാർ പങ്കെടുക്കുന്നില്ലേ? എന്നോട് പറഞ്ഞിരുന്നത് ഇന്ന്, പക്ഷെ എനിക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് സാർ. നോക്കട്ടെ, നാളെ മാരേജിൽ പങ്കെടുത്തോളെ. ഓക്കെ സർ, ഞാൻ പറഞ്ഞേക്കാം ഉമാ മാഡത്തോട്. സമയമാകാറായല്ലോ. ഡോക്ടർ ദേവിക റാണിയെ കാണുന്നതിന് മുമ്പ് ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെ കാര്യം ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. ആദ്യം അറിയേണ്ടത് ശ്രീലക്ഷ്മിക്ക് ഇതിനെപ്പറ്റി വല്ലതും അറിയാവുന്ന. എന്തായാലും വിളിച്ചോളാം. ആ, വാ. വനത്തിയോ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. ആഹാ, അതാണ് മനപ്പൊരുത്തോന്ന് പറയുന്നത്. ഇന്നിന് സംസാരിക്കാൻ പറ്റില്ലെന്ന് കരുതി 2 മിനിറ്റ് സംസാരിച്ചിട്ട് പോവാന്ന് കരുതി വന്നതാ ഞാൻ. അല്ല, സാറും തന്നെ ഫോൺ വിളിക്കാൻ തുടങ്ങിയേ? ഏയ്, ഒന്നുമില്ല. തന്റെ അച്ഛന്റെ റിസൾട്ടിനെ പറ്റി തനിക്ക് എന്തെങ്കിലും വ്യക്തമായിട്ട് അറിയാമോ എന്ന് ചോദിക്കാനാണ് വിളിച്ചത്. ഇല്ല സാർ, ഒന്നും അറിയില്ല എനിക്ക്. അതെന്താ? തനിക്ക് ആശുപത്രിയിൽ ഡോക്ടർ വിളിച്ചെന്ന് അന്വേഷിച്ച പോരായിരുന്നു? അതൊക്കെ അച്ഛൻ അറിഞ്ഞ് ദേഷ്യപ്പെടും സർ. ഞാൻ ഇക്കാര്യത്തിൽ ആവശ്യമില്ലാതെ താല്പര്യം കാണിക്കുന്നുവെന്നേ അച്ഛൻ കരുതുള്ളൂ. കഴിഞ്ഞ ദിവസം പോലും അച്ഛൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒരു രഹസ്യം ഒളിച്ചു വെക്കാറില്ലല്ലോ, നിന്നോട് പറയാത്തതായി എനിക്ക് എന്തെങ്കിലും ഉണ്ടോ മോളേന്ന്. ഞാൻ തന്നെ ചാരപ്പടി നടത്തിയാൽ അച്ഛന് വിഷമാവില്ലേ? അങ്ങനെ നോക്കുമ്പോ ഞാനാ അച്ഛനിൽ നിന്നും ചിലത് ഒളിപ്പിച്ചു വെക്കുന്നേ, നമ്മളെ പറ്റി തന്നെ. ഏയ് നോ, അത് ഒളിച്ചു വെച്ചതല്ലോ, പറയാൻ വേണ്ടി കാത്തിരിക്കുന്നു മാത്രം. ശ്രീലക്ഷ്മിയെ കാണാൻ വന്നതായിരിക്കും വിളിച്ചോണ്ട് പോവാൻ. ഇപ്പൊ കാറിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ചാണല്ലോ പലരും ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഓഫീസ് കാര്യം എന്തിനാ കാറിൽ വെച്ച് സംസാരിക്കുന്നത്? ഓഫീസ് കാര്യം ഓഫീസിൽ വെച്ച് സംസാരിക്കുന്നത് തന്നെയല്ലേ അതിന്റെ ഒരു ശരിയായ രീതി. ഇവിടെ ഇപ്പൊ ഞാൻ വന്നത് ശ്രീലക്ഷ്മിയെ വിളിച്ചൊന്ന് കറങ്ങാൻ പോവാൻ.
സാധാരണ സിനിമ കാണാനും സർക്കസ് കാണാനും പോകാറാണ് പതിവ്. ഇന്നിപ്പോ അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വെള്ളച്ചാട്ടം കാണാൻ പോകാൻ തീരുമാനിച്ചു. എനിക്കാണെങ്കിൽ പപ്പിയാന്റെ കൂടെ ക്ഷണിക്കാം. വെറുതെ സെൽഫി മാത്രം എടുത്താൽ പോരല്ലോ. വെള്ളച്ചാട്ടത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒരാൾ വേണ്ടേ? ചെറിയ പേയ്മെന്റ് ഒക്കെ കൊടുക്കാൻ ഞാൻ റെഡിയാ. താല്പര്യമുണ്ടെങ്കിൽ വന്നോളൂ. കാറിൽ ഇഷ്ടംമാതിരി സ്ഥലമുണ്ട്. വലിയ കളിതമാശയൊന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഓ സന്തോഷം. അറിഞ്ഞ കാര്യങ്ങൾ ഒന്ന് വിതരണം ചെയ്തേക്ക്. അതിനൊരു പേയ്മെന്റ് ഞാൻ ചേട്ടന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കാം. പറഞ്ഞാ മതി. സാർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? പപ്പിയാന്റെ ഇനി എന്ത് കരുതോ എന്തോ. എന്ത് കരുതിയാലും ഓക്കെയാണ്. ഇനി പപ്പിയാന്റി ഇത്തരം ചോദ്യങ്ങൾ ആരോടും ചോദിക്കില്ല. അതെന്റെ ഗ്യാരണ്ടി. നടക്ക്, നമുക്ക് നമ്മുടെ വില്ലനെ കണ്ടിട്ട് വരാം. ഓ സോറി, വില്ലനല്ല, നായികയുടെ അച്ഛൻ, സപ്പോർട്ടിംഗ് ക്യാരക്ടർ. നടക്ക്. ഗുഡ് ഈവനിങ്. അയ്യോ സാർ, സാർ ഈ നേരത്ത്? ഈ സമയത്ത് എന്താ? നല്ല സമയമല്ലേ? രാഹുകാലവും ഗുളികാലവും ഒന്നുമില്ലല്ലോ. ഏയ് അങ്ങനെയല്ല ഉദ്ദേശിച്ച സാർ. സാർ വരൂ, ഇങ്ങോട്ടിരിക്കാം. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. ഇല്ല, ചെറിയ മയക്കേ ഉള്ളൂ. ഞാൻ വിളിക്കാം. ശ്രീടച്ചാ, ശ്രീടച്ചാ, ശ്രീടച്ചൻ ഒന്ന് എഴുന്നേറ്റ്. ധാരാ വന്നിരിക്കുന്നു നോക്ക്. ആര് വന്നാലെന്താ, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ദയവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തല്ലേ സരോജ. ശ്രീടച്ചാ, ഇതാരാ വന്നേക്കുന്നു നോക്കിയേ. കുഴപ്പമില്ല, ഉറങ്ങിക്കോട്ടെ. ഞാനേ ചായ എടുത്തോണ്ട് വരാം. വേണ്ട വേണ്ട, കഴിച്ചു. വേണ്ട, ഇപ്പൊ കഴിച്ചുള്ളൂ. അല്ലല്ല മോളെ, ചേരെടുത്തിട്ടൂട്. ഞാൻ ചായ എടുത്തോണ്ട് വരാം. ഇരിക്കും. നിന്റെ റിസൾട്ട് എവിടെ? അച്ഛൻ കൊണ്ട്